നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ ചേരുന്നത് പ്രശസ്ത കവയിത്രിയും റിട്ടയേർഡ് പ്രധാനാധ്യാപികയുമായിരുന്ന കൊപ്പം പുലാശ്ശേരി കെ ഭാരതി ടീച്ചറാണ്. ഭാരതി ടീച്ചർക്ക് പടവുകളിലേക്ക് സ്വാഗതം. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. നമ്മൾ ടീച്ചറുടെ പല ആളുകളും പറയാറുണ്ട്, ഭാരതി ടീച്ചർ ഇപ്പോൾ ഈ പുതിയ സാഹിത്യ മേഖലയിൽ സാഹിത്യ സദസ്സുകളിൽ നിറ സാന്നിധ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നടന്ന ഒരു ചടങ്ങിലും ടീച്ചർ വളരെ സജീവമായി പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹിത്യ സദസ്സുകളിലെ ഇടപെടലുകൾ എങ്ങനെയാണ് ഭാരതി ടീച്ചറുടെ? ആദ്യം പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കേണ്ടത് എൻ്റെ ഭർത്താവ് രാമൻ മാഷയാണ്. എം പി രാമൻ മാഷയാണ്, റിട്ടയേർഡ് മാഷ്. അതെ, ഞാൻ ജോലി ചെയ്തിരുന്ന ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകനായിരുന്ന രാമൻ മാഷ. അദ്ദേഹമാണ് എന്നിലുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു താല്പര്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചതും കൂടെ നിന്നതും എനിക്ക് തുണയായിട്ട് നിന്നതും പിന്തുണ നൽകിയതും എം പി രാമൻ മാഷ്. അദ്ദേഹം ഗവൺമെൻറ് വെൽഫെയർ സ്കൂൾ HM-ആയി റിട്ടയർ ചെയ്തു. പട്ടാമ്പി UP സ്കൂളിലെ അധ്യാപകനായിരുന്നു, അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലാണ് ഗവൺമെൻറ് വെൽഫെയർ സ്കൂൾ പുലാശ്ശേരിയിലെത്തിയതും അവിടുന്ന് റിട്ടയർ ചെയ്തു. രാമമാഷാണ് സത്യത്തിൽ ടീച്ചറെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയാണ്. അതെ, ഈ സാഹിത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ മുന്നേ ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂരിൽ പഠിക്കുമ്പോൾ ഞാൻ NCCയിൽ കാഡറ്റായിട്ട് ചേർന്നിരുന്നു. അപ്പം അതിൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ RD സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലം SN കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അതെ, RD പരേഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണത്. അപ്പോൾ അവിടെ SN കോളേജിൽ അവിടെ ഞങ്ങൾ താമസിക്കുകയാണ് ചെയ്യുന്നത്, ക്യാമ്പ് ചെയ്യാണല്ലോ. അപ്പോൾ അവിടെ ഒരു ദിവസം നമുക്ക് കുറഞ്ഞ സമയങ്ങളിലൊക്കെ ലെഷർ ടൈം ഉണ്ടാവും. ആ സമയത്ത് കുറച്ച് വരികൾ ഇങ്ങനെ എഴുതുകയും, അത് ഞാൻ ആ കോളേജിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട്, കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് പോയിരുന്ന് അങ്ങനെ മെല്ലെ ഇരുന്ന് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോഴെൻ്റെ കൂട്ടുകാരത് കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ കവിതയുടെ ഒരു കാര്യം എങ്ങനെയോ അത് അപ്പോൾ സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭാഷയോട്, മലയാള ഭാഷയോടും അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഭാഷയിലുള്ള സാഹിത്യത്തോട് വലിയ താല്പര്യവും അതിൻ്റെ അധ്യാപകരുടെ ഒരു ഇതുകൊണ്ടായിരുന്നു. അല്ല, ഞാൻ പഠിച്ചത് പെരിങ്ങോട് ഹൈസ്കൂളിലാണ്. UP സ്കൂള് 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് SC UP സ്കൂൾ ചാലിശ്ശേരി, അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ അധ്യാപകരൊക്കെ അതിൻ്റെ പിന്നിൽ പ്രചോദനമായിട്ടുണ്ട്. പിന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പെരിങ്ങോട് ഹൈസ്കൂൾ. അത് ശരിക്കും അന്നൊക്കെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പഞ്ചവാദ്യത്തിൻ്റെ വലിയൊരു പ്രശസ്തിയുള്ള വിദ്യാലയമായിരുന്നു. സാംസ്കാരികമായിട്ടും വ്യത്യസ്ത നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളുമാണ്. പിന്നെ പ്രദേശവും പിന്നെ അന്നത്തെ 6ാം തമ്പുരാനൊക്കെ ഉള്ള സമയത്താണ് അവിടെ പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ പ്രോത്സാഹനം അവിടുന്ന് കലകൾക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ അങ്ങനെ നിൽക്കുകൊണ്ട് നമ്മളെ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് സ്റ്റേജ് ഫിയറൊക്കെ ഇല്ലാതായിട്ട് ഏത് പരിപാടിയിലും നമുക്ക് പങ്കെടുക്കാന്നുള്ളൊരവസ്ഥയിലേക്ക് ആ ഹൈസ്കൂൾ ജീവിതമാണ് എന്നെ കൊണ്ടെത്തിച്ചത്. ഭാരതി ടീച്ചറുടെ ഒരു കലാജീവിതം, സാഹിത്യ ജീവിതം പെരിങ്ങോട് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ
അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം ഞാൻ UP സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആലീസ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ, അവരാണ് എന്നെ ആദ്യമായിട്ട് പ്രസംഗം എഴുതി തന്നിട്ട് അത് പഠിച്ച് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ടീച്ചർ കണ്ടെത്തിയതായിരിക്കാം. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന അനിതയുടെ അമ്മയും കൂടിയാണ്. ആ കുട്ടി ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ടീച്ചർ ഈ പ്രസംഗത്തിന് വേണ്ടി എന്നെയാണ് ടീച്ചർ എനിക്ക് എഴുതി തന്ന് ഞാൻ പഠിച്ച് ആ വിഷയം തന്നെ വന്നു. അപ്പോൾ നിമിഷപ്രസംഗത്തിന് പേരും എടുത്താൽ അപ്പോൾ ഈ LPയിൽ നമുക്ക് പഠിച്ച വിഷയം പറയാം. നേരെ മറിച്ച് UPയിലാവുമ്പോൾ നമുക്ക് വിഷയം തരും. ആ വിഷയം നമ്മളവിടെ പ്രസംഗിക്കണം. 5 മിനിറ്റ് മുമ്പേ നമ്മളെ വിളിച്ച് സ്വകാര്യമായിട്ട് നമ്മുടെ ചെവിയിൽ പറയും വിഷയം. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ 3ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് ടീച്ചർ ഇങ്ങനെ ഒരു എക്സ്പോഷർ തരും. ഞാനത് അവതരിപ്പിച്ച് എനിക്ക് അന്ന് തന്നെ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ആ സ്കൂളെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ അന്ന് ആ വിദ്യാലയം SCUP സ്കൂൾ ചാലിശ്ശേരി, സിറിയൻ ക്രിസ്ത്യൻ അപ്പർ പ്രൈമറി സ്കൂൾ ചാലിശ്ശേരി എന്നാണ്. കിഴക്കേ പള്ളി, കിഴക്കേ പള്ളി, അത് അവിടെ ആർത്താറ്റ് എന്ന് പറയുന്ന ആ പള്ളിക്കാരുടെ വകയാണ് ഈ പള്ളിയും സ്കൂളൊക്കെ. അവിടെ വരുന്ന അധ്യാപകരിൽ അധികവും മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണ് അധികം ഉണ്ടാവുക. പിന്നെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ടീച്ചറെ ഒരു മോൾഡ് ചെയ്ത ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ചാലിശ്ശേരി സിറിയൻ UP സ്കൂളാണ്, ക്രിസ്ത്യൻ UP സ്കൂളാണ്. 1 മുതൽ 7 വരെ. അന്ന് ആ സ്കൂളിൽ അവിടെയാണോ ഈ ആലിസ് ടീച്ചർ ഉണ്ടായിരുന്നത്? അതെ, 3ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. 1ാം ക്ലാസ്സിൽ ഗ്രേസി ടീച്ചറായിരുന്നു. 1Bയിലാണ് ഞാൻ ആദ്യം ചേർന്നിട്ടുള്ളത്. അന്ന് ഞാൻ ചോദിക്കട്ടെ ടീച്ചറെ, KK ഭാരതി, ഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം, ഭാരതി അല്ല, അതുമായി വല്ല ബന്ധമുണ്ടോ? അല്ല, ഭാരതി എന്നുള്ള വാക്ക് പണ്ട് ഞാൻ പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു കവിയരങ്ങിൽ പങ്കെടുക്കുമ്പോൾ മധുസൂദനൻ നായർ, പ്രൊഫസർ V മധുസൂദനൻ നായർ, നമ്മുടെ പ്രശസ്ത കവി നാരായണത്ത് ഭ്രാന്തനൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹം പറയണ്ടായി, ഭാരതി എന്നുള്ള പേര് ഗംഭീര പേരാണ്, അത് ദേവിയാണ്, അതായത് സരസ്വതി ദേവിയാണ്. അപ്പോൾ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ, ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ പറയുന്നു. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ഗണപതിയും സരസ്വതിയൊക്കെ സ്തുതിക്കണ സമയത്ത്. അപ്പോൾ ഭാരതി എന്നുള്ളത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഷയിലും ആ പേരുണ്ട് എന്നുള്ളതാണ്. അല്ല, നോർത്ത് ഇന്ത്യയിൽ പോയാലും ഭാരതി എന്നുള്ള പേര്, ബംഗാളിയിലും ആ പേരുണ്ട്. പിന്നെ വിശ്വഭാരതി, സുബ്രഹ്മണ്യ ഭാരതി, ഇങ്ങനെ ഭാരതി എന്നുള്ള പേര് തെലുങ്കിലും തമിഴിലും പിന്നെ മറാത്തിയിലും ഹിന്ദിയിലും ബംഗാളിലൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതി എന്നുള്ള പേര് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ്. ആ ഒരു സന്നിവേശം ഇപ്പൊ ടീച്ചറുടെ രചനകളിലുണ്ടോ? അത് ഞാൻ ഒരിക്കൽ ചെർപ്പളശ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ പോയി. അതായത് വിദ്യാരംഗത്തിന്റെ സർഗോത്സവത്തില് ശില്പശാല എടുക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കമന്റ് ചെയ്യായിരുന്നു. അപ്പോൾ ചില അധ്യാപകർ കമന്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ അറിഞ്ഞിട്ട പേരാണ് ഭാരതി എന്നൊരു ടീച്ചർ. അത് ശ്രോതാവായിരുന്നിട്ടുള്ള ആ ശില്പശാലയിൽ കേട്ടിരുന്ന ഒരു ടീച്ചർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് എത്രത്തോളം നമ്മളല്ല പറയേണ്ടതെങ്കിൽ കൂടി മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, ആ പേര് നമുക്ക് അന്വർത്താണ് എന്ന് മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമായിട്ട് അനുഭവപ്പെടും. ടീച്ചറുടെ 4 പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം അടുത്തിറങ്ങിയത് മണ്ണൊരുത്തി, ചിത്രത്തുന്നൽ, അമ്പോറ്റിക്കുന്നിൻ്റെ നിറങ്ങളിലൂടെ, പുനർജനി. ആദ്യം ഇറങ്ങിയത് പുനർജനിയാണ്. പുനർജനി കവിതാ സമാഹാരമാണ്, മറ്റുള്ളതൊക്കെ കവിതാ സമാഹാരമാണ്. ഒന്ന് ബാലസാഹിത്യ കൃതിയാണ്. ഇതിലെ ഈ കവിതാരചനയിൽ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്, ഏറ്റവും
മനസ്സിന് ഇഷ്ടപ്പെട്ടത്? എനിക്ക് എല്ലാ ഇപ്പൊ എന്റെ കുട്ടിയെ ഏതാ അധികം ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഒരുപോലെ നമുക്ക് നമ്മുടെ കുട്ടി തന്നെയല്ലേ. എന്നാൽ ഇപ്പൊ നിങ്ങളെ ഒരു കവിയരങ്ങുകളിൽ അല്ലെങ്കിൽ സാഹിത്യ സദസ്സുകളിൽ ഏറ്റവും ആദ്യം ചൊല്ലുന്ന കവിതയാണ്? അതെ, നമ്മള് പിന്നെ പുനർജനിയിലെ ആറ്റുവഞ്ഞി പൂക്കുമ്പോൾ അതൊന്ന് ചൊല്ലാമോ? നമ്മുടെ ഒരു കവിത ഞാൻ ആദ്യമായിട്ട് നമ്മുടെ അധ്യാപക കലോത്സവം അധ്യാപകരുടെ ഒരു സംഗമത്തിൽ അവതരിപ്പിച്ച എൻ്റെ കവിത എന്നുള്ള നിലയ്ക്ക് വേദിയിൽ അപ്പം അതിന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു കവിതയാണ്. അത് പുനർജനി എന്നുള്ള പുസ്തകത്തിലാണുള്ളത്. ആറ്റുവഞ്ചി പൂക്കുമ്പോൾ. അതെങ്ങനെ എഴുതി? ഭാരതപ്പുഴ കണ്ടിട്ട് എഴുതിയതാണോ? അതെ, അത് നിളയുടെ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ പട്ടാമ്പിക്ക് ഇപ്പുറത്തേക്ക് പാലം കടന്നു വന്നത്. പട്ടാമ്പി പാലം കടന്നു വന്നത് വിവാഹശേഷമാണ്. രാമമാഷ കൂടെ കൂടിയ 90-ലാണ്. അതിനു മുൻപ് വരെ ഞാൻ കൂട്ടുപാതേന്ന് മുള്ളൂർക്കര തിരുവനന്തപുരം അമ്മയുടെ വീട്ടിലേക്ക് പോവുക, അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ട, അതായത് 90 മുതൽ പിന്നെ ഞാൻ കണ്ട ഭാരതപ്പുഴയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലു. ഭാരതപ്പുഴ ഒരു വലിയ കാര്യമാണ്. അത് ഞാൻ ആ കവിത ഞാൻ ചൊല്ലാം. ആറ്റുവഞ്ചി പൂക്കുമ്പോൾ. അതിന് ആറ്റുവഞ്ഞി എന്നാണ് പറയാന്ന് പലരും പറയുന്നു. ഞാൻ ആറ്റുവഞ്ചി എന്നും കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പേരിടാൻ കാര്യം. ആറ്റുവഞ്ചി പൂക്കുമ്പോൾ. ആറ്റുവഞ്ചി പൂക്കും തീരമല്ല കാണുന്നു വള്ളുവനാടിൻ ദുഃഖം ചാലിടും നിളാനദി. തനിക്കു താനേ ചിതയൊരുക്കും വണിക്കിൻ്റെ സാരമാം വികൃതികൾ ഞെരിച്ചു നിന്നെയെന്നോ. ആറ്റുവഞ്ചികൾ വെൺചിറകുരുമ്മി ഇക്കിളിയിട്ടു നിന്ന കൗമാരക്കുറുമ്പെഴും നല്ല ചങ്ങാതിക്കൂട്ടം അന്നിവിടെ നിളയൊഴുകി ജീവഗാഥയുണർത്തി വന്നു. സഹ്യസാനുവിൻ ഉറവൂറി കേരളത്തറ ആർദ്രയായിരുന്നു. കൽപ്പാത്തി തൻ ശുദ്ധ സാമഗാനഗരിമകൾ കണ്ണാടിപ്പുഴ ചൊല്ലും പുന്നെല്ലിൻ പെരുമകൾ. ലക്കിടിയിൽ കുഞ്ചന്റെ കച്ചമണി തുള്ളലും ചെറുതുരുത്തിയിൽ ആട്ടവിളക്കിൻ കഥകളിയാട്ടവും. പട്ടാമ്പിയിലാചാര്യൻ്റെ പാഠസാരമുരുവിട്ടും നാവാമണപ്പുറത്തിൽ പുണ്യോദകം കൈക്കൊണ്ടും നീണ്ടു നീണ്ടു നീ നീളയായി ഒഴുകി നീളവേ അറബിക്കടലലമാലയിൽ ചാഞ്ഞു ചാഞ്ഞു. എത്രയോ മഹത്തുക്കൾക്കന്ത്യ വിശ്രമസ്ഥാനം. എത്രയോ കവീശ്വരർ പാടിപ്പുകഴ്ത്തും ഭാവം. കപടം ലേശമേശാത്ത കാട്ടുപെൺകിടാവിൻ്റെ കല്ലുമാലച്ചിരികൾ ഉണ്ടായിരുന്നിവളിൽ. കാലപ്രവാഹത്തിൻ്റെ ചേറിലാണ്ടാണ്ടുപോയ വൃദ്ധൻ കലപ്പദീനം ഞരങ്ങുന്നുണ്ടു കേൾപ്പൂ. ആയിരമായിരമോളക്കയ്യാൽ ഊട്ടി വളർത്തി നീ ആ ചോറുണ്ടു തെഴുത്തവർ അരിഞ്ഞിട്ടല്ലോ കൈകൾ. പുഴപ്പെൺമനം ഞെട്ടിപ്പിടഞ്ഞു മാറുന്നുവോ നീലനീൾമിഴിക്കോണിൽ നീർമണി തുളുമ്പുന്നോ. യെസ്, അടിപൊളിയായിട്ടുണ്ട്. നീണ്ട ഒരു കവിതയാണ് പ്രിയ പ്രേക്ഷകരെ. ടീച്ചറുടെ ആറ്റുവഞ്ചി നിളാനദിയുടെ തീരങ്ങളിലൂടെ
അധ്യാപികയായി, സാഹിത്യകാരിയായി, കവിയായി സഞ്ചരിച്ച ഭാരതി ടീച്ചറുടെ വരികളാണ് പ്രേക്ഷകർ ഇതുവരെ കേട്ടത്. ടീച്ചറെ, പലപ്പോഴും കാണാറുള്ള ചില കാഴ്ചകൾ ടീച്ചർ അത് ഒപ്പിയെടുക്കാറാണ് പതിവ്. ഇപ്പോൾ സ്കൂളിലെ പഠനാന്തരീക്ഷങ്ങളായാലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായാലും. ഇപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ, ഞാൻ വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്, പുതിയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് ടീച്ചർ അത് സന്നിവേശിപ്പിക്കാറുള്ളത്, കുട്ടികളിലേക്ക് പകർന്നു നൽകാറുള്ളത്? ആ കാഴ്ച ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് ടീച്ചർ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കുട്ടികളാണ് ഞങ്ങളെന്ന് വെച്ചാൽ. ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അതായത് ഒരു കുട്ടിയുടെ കാലിബറല്ല വേറൊരു കുട്ടിക്ക്, അതായത് ഒരു പൊട്ടൻഷ്യലിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. അത് അവരുടെ ജന്മനാലുള്ള കഴിവുകളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, കുടുംബാന്തരീക്ഷം, അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും നമ്മളിലേക്ക് അവരെ എത്തിപ്പിക്കുക എന്നുള്ളത്, നമ്മളെ കുട്ടിയായിട്ട് നമ്മൾ പറയണ സമയത്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ ടെക്നോളജിയുടെ യുഗത്തിൽ പിറന്നു വീണവരാണ്. അതായത് കുട്ടീനെ അധ്യാപകൻ കാണേണ്ടത് സ്വന്തം കുട്ടിയായിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് അവർക്ക് ആശ്രയിക്കാറില്ല. കുട്ടികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർ നിരാശ്രയരാണ്. അവർക്ക് എപ്പോഴും ആരെങ്കിലും ഒരു പിന്തുണ, സപ്പോർട്ട് ആവശ്യമുള്ളവരാണ് കുട്ടികൾ. അവർ നിസ്സഹായരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ജോലി. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ്. അത് ഏത് തലത്തിലായാലും, അവരുടെ മാനസിക ബുദ്ധിമുട്ടാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടാണെങ്കിലും പഠനപരമായ പ്രയാസമാണെങ്കിലും അവരുടെ മുൻതൂക്കമുള്ള കഴിവുകളാണെങ്കിലും അതിലൊക്കെ അവരെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതിലേക്ക് എന്നുള്ളതാണ് ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അതാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് സങ്കടകരമായിട്ടുള്ള അവരുടെ സാഹചര്യത്തെ അതിജീവിക്കാൻ എനിക്കെന്താ അവരെ കൊടുക്കാൻ കഴിയും. ഈ തരത്തിലാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. പുതിയ ബോധന രീതികൾ, പഠന രീതികൾ, ഈ ബോധന രീതിയിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങൾ, അതിലൊക്കെ ടീച്ചർ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം തീർച്ചയായിട്ടും ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡയറ്റിൻ്റെ അതുപോലെ SSA SSK തുടങ്ങിയ അഭിയാനും സർവശിക്ഷ കേരളയായി മാറി, പിന്നെ അതിൻ്റെയൊക്കെ DPP, ഇതൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള. ഇതിലൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം അധ്യാപക പരിശീലനങ്ങളിലാണെങ്കിലും നമ്മൾ പങ്കെടുക്കുന്ന പരിശീലന പരിപാടികളിലാണെങ്കിലും നമ്മുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് നടത്തുന്ന ക്രിയാ ഗവേഷണം എന്ന് പറഞ്ഞു ആക്ഷൻ റിസർച്ചുകൾ, അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, ഒരു കുട്ടി എങ്ങനെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് ടീച്ചർ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ പഠനം ലളിതമാക്കാം. അതാണൊരു കുട്ടിയെ മോൾഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ക്രിയാബോധനത്തിലൂടെ അധ്യാപക സമൂഹം ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ബോധന രീതികൾ അവലംബിച്ചുകൊണ്ടാണ് കുട്ടികൾ പഠിച്ചു വളരുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലയ്ക്കും കുട്ടികൾ എന്ന നിലയ്ക്കും അവരെ നേരിട്ട് മനസ്സിലാക്കാനും രക്ഷിതാക്കളെ സമഗ്രമായി പഠിക്കാനും അധ്യാപകർ തയ്യാറാവുന്ന ഒരു കാലമാണ് പുതിയ പ്രക്രിയ. പറയൂ ടീച്ചർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നമുക്കറിയാം, അവർ മീഡിയാസ് അവരെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യണം, അതായത് സ്വാധീനിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. കാരണം നമ്മളൊന്നും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ടെലിവിഷനോ ഒന്നും ഇല്ലാത്ത ഒരു ബാല്യമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ കുട്ടികൾ ഇതിൻ്റെയൊക്കെ മുന്നിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ഒരു ജീവിതം സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് അവരുടെ പഠനത്തിലേക്ക് കൂടി എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യമാണ് സർക്കാരും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്
എല്ലാ സ്കൂളുകളെയും ഹൈടെക് ആക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായത്. അതേപോലെ കൊറോണ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ സംവിധാനത്തിലൂടെ കൊറോണ കാലത്ത് വലിയ ഒരു ഇതായിരുന്നു, ഭീതിജനകമായ അന്തരീക്ഷമായിരുന്നു. എങ്കിൽ പോലും ഓൺലൈൻ ക്ലാസുകൾ കേരളം പിടിച്ചു നിന്നത് മൊബൈൽ ഫോണിന്റെ ആ ഒരു ആശ്രയത്തിൽ. ആ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ടീച്ചർ ചെയ്തിരുന്നല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് നമ്മൾ കൊറോണ കാലം എന്ന പേരിൽ കുട്ടികളെ ആക്റ്റീവാക്കി നിർത്താൻ, കവിത എഴുതി തോന്നുന്നു, വീട്ടിൽ വിരസമായിരിക്കുന്ന കുട്ടികളെ കൊറോണ കാലം എന്ന പേരിൽ ഞങ്ങളൊരു ഒരു പരിപാടി, എല്ലാ കുട്ടികളുടെയും വീഡിയോ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ വീഡിയോ എടുത്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്ത് കുട്ടികളെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഭാരതി ടീച്ചറുടെ വിശേഷം എന്താ അറിയോ? ഒരു കൊറോണ കാലം കഴിഞ്ഞു പോയി, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തി കാണും. 2019 കൊറോണ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. എല്ലാവരും മൂടി വെച്ച് മുഖം മൂടിയൊക്കെ ധരിച്ച് നടന്നിരുന്ന ഒരു കാലം. ആ കാലത്ത് ഡിജിറ്റൽ മാഗസീനാണ് ഞങ്ങൾ തയ്യാറാക്കി. ഞാൻ ക്ലാസ് ടീച്ചറായിരുന്ന 2ാം ക്ലാസ്സിലെ മക്കളൊക്കെ വീട്ടിലല്ലേ, അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് അവർക്ക് പാട്ട് പാടി കൊടുക്കും, ഡാൻസ് ചെയ്യും, അവരോടൊപ്പം പുറത്തു പോയിട്ട് കളിക്കും, ഇൻഡോർ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും, പലതരം നാടൻ കളികൾ, അതൊക്കെ നമ്മൾ ക്ലാസ്സിലും പുറത്തൊക്കെ പരീക്ഷിച്ചിരുന്നു. പക്ഷെ അന്ന് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് കുട്ടികൾ അവരുടെ വീട്ടിൽ രക്ഷിതാവിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആ പ്രവർത്തനങ്ങളുടെ വീഡിയോ നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ട് കൊറോണ കാലം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ മാഗസിൻ നമ്മൾ ആ കാലത്തിൽ തയ്യാറാക്കി. എന്നിട്ട് അത് നമ്മുടെ ഗ്രൂപ്പിലൂടെ രക്ഷിതാക്കൾക്കും പ്രദർശിപ്പിച്ചു. അതുപോലെ PCBയിലൊക്കെ അത് വന്നു വാർത്തയായിട്ട്, പത്രത്തിലും ആ വാർത്ത വന്നു. കൊറോണ കാലം ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കി. അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് പിന്നീട് കൊറോണ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ അധ്യാപകരുടെ കൂട്ടായ്മയിലൊക്കെ അത് ചർച്ചയായി. അതായത് നമ്മൾ മനസ്സ് കൈവിട്ടു പോകുന്ന, നമ്മൾ പാനിക്കാവുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാം എന്നുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു. കൊറോണ കാലത്തിന്റെ കവിത അതൊന്ന് നമുക്ക് 2 വരി ചൊല്ലാം. വലിയ കവിത, വലിയ കവിതയിലെ 2 വരികൾ. കൊറോണ കാലം നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു കാലം കടന്നു പോയിരുന്നു, മറക്കണ്ടാച്ചിട്ടാണ്. അതിർത്തി എന്നാണ് ആ കവിതയുടെ പേര്. അടച്ചിട്ട കൂടുകൾ അപ്പുറം ഇപ്പുറം അന്യജീവികളായി മാറിപ്പോയവർ മാത്രം. ഇവിടുന്ന് നോക്കുമ്പോൾ അഴിക്കകത്ത മുഖങ്ങളിൽ ദൈന്യത ആഴമുള്ള മുറിവുകൾ ഒളിപ്പിക്കുന്നു. അവിടുന്നിങ്ങോട്ടുള്ള കണ്ണോടിക്കലിൽ നീലം പാഞ്ഞ നിഴലുകൾ ഓരോന്നും വിരണ്ട നോവുകൾ നക്കിത്തോർത്തുന്നു. എന്തുമാത്രം ടീച്ചറെ എങ്ങനെ ഈ അനർഗളമായി ഇങ്ങനെ എഴുതുന്നത് ടീച്ചറെ? പലപ്പോഴും അത് ഒരു വലിയ സംഗതി കേട്ടോ ടീച്ചറെ. പലരും പറയാറുണ്ട് ഭാരതി ടീച്ചറുടെ കവിതകൾ, നീണ്ട കവിതകൾ, വളരെ ഹ്രസ്വമായി എഴുതുന്ന കവയിത്രികളും കവികളും ഒക്കെ പറയാറുണ്ട് ഭാരതി ടീച്ചർ വേറിട്ട വഴിയിലൂടെയാണ്. പേന തൂലിക കയ്യിലെടുത്താൽ നീണ്ട 2 പേജ് എഴുതാൻ നിമിഷം നേരം മതി. എങ്ങനെ കഴിയുന്നു ടീച്ചറെ? പലരും പറയാറുണ്ട്. എനിക്കത് അറിയില്ല. നമ്മള് വരികയാണോ, തൂലികയിലൂടെ വരികയാണ്, ഊർന്നിറങ്ങുന്ന. ഇപ്പോഴൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ വരി വരും, പക്ഷെ അത് നമുക്ക് എഴുതി വെക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ മിസ്സാവും. പിന്നെ ഒരിക്കലും ആ വരി അതുപോലെ വരില്ല. അങ്ങനെ ഒരു കുഴപ്പം ഈ കവിതയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് വരി വരും, പക്ഷെ അതപ്പോൾ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ ആ പാറ്റേണിൽ ഒരിക്കലും അത് നമ്മുടെ മനസ്സിലേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാവും. എത്ര ആലോചിച്ചാലും. പുതിയ എഴുത്തുകാർക്ക് വേണ്ടി ഒരു ഈ രംഗത്തെ ഒരു ചിരപ്രതിഷ്ഠ നേടിക്കൊണ്ടിരിക്കുന്ന, അല്ലെ നേടിയ ഒരു കവയിത്രി എന്നുള്ളക്ക് പുതിയ കവയിത്രികളോടോ സാഹിത്യകാരന്മാരോടോ എന്താ പറയാനുള്ളത്? അത്രയ്ക്കൊന്നും എനിക്ക് തോന്നണില്ല. ഞാൻ എൻ്റെതായ ഒരു ആത്മസംതൃപ്തിക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുള്ള കുറേ ആശയങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു പ്രോമിനന്റ് ആയിട്ടുള്ള വലിയൊരു അവസ്ഥയിലേക്ക്, പ്രശസ്തിയിലേക്ക് അല്ലാതെ അങ്ങനെയാണ് വലിയ ആളുകളൊക്കെ അങ്ങനെ പറയാറ്. ഇപ്പോൾ യുവ കവയിത്രികൾ, സാഹിത്യകാരന്മാർ തന്നിൽ ഉള്ള ആത്മാവിഷ്കാരം എഴുതാൻ തന്നെയാണ് ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ടീച്ചറുടെ ഒരു സാഹിത്യ ജീവിതത്തിൽ താങ്ങും തണലുമായവർ ഒന്ന് രാമമാഷാണ്, ആലീസ് ടീച്ചറാണ്, പിന്നെ അച്ഛൻ, അമ്മ, അല്ലേ? ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക്
ഈ ചൊല്ലാനും അതുപോലെ വായിക്കാനും ഈ അക്ഷരങ്ങളോടും സാഹിത്യത്തോടും പുരാണങ്ങളോടും കഥകളോടും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടായിട്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് അമ്മയുടെ അമ്മയ്ക്ക് നല്ല നല്ല അറിവും സംഗീതപരമായിട്ടും പിന്നെ എന്താ പറയുക, അവരന്ന് പഠിച്ചിരുന്നതൊക്കെ പുരാണങ്ങളാണ്. ഒരു 5ാം ക്ലാസ് വരെ അന്ന് കാലത്ത് പഠിച്ചിരുന്നു ആശാൻ പള്ളിക്കൂടത്തിൽ പോയിട്ട്. അവിടെ കളിയും ഒക്കെ പഠിപ്പിക്കണ ആശാന്മാരായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാട്ടും പിന്നെ ഓലയിലെഴുത്തും പുരാണ പാട്ടുകൾ വല്ലതും അറിയോ ടീച്ചർ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർക്ക് അതറിയോ? അപ്പം അമ്മമ്മയുടെ കുറെ തിരുവാതിര കളിപ്പാട്ടുകൾ, കൈകൊട്ടി കളിപ്പാട്ടുകൾ അമ്മമ്മ പഠിപ്പിച്ചു തന്നതാണ്. ആ വീരവീരാട കുമാര വിഭവം അന്ന് ചെറുപ്പത്തില് വീരവീരാട കുമാര വിഭോ ഗുണ സാഗര പോ മാരലാവണ്യ. ആയിക്കോട്ടെ. എന്നാലും ടീച്ചർ ഓർമ്മയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. ടീച്ചർ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് കുമാരൻ എന്നാണ്. അമ്മ ലക്ഷ്മി. സഹോദരങ്ങൾ ആരൊക്കെ? സഹോദരങ്ങൾ ഞങ്ങൾ 7 പേരാണ് ഞങ്ങളുടെ അച്ഛനമ്മയ്ക്ക് മക്കളായിട്ടുള്ളത്. മൂത്തത് ചേച്ചി, പിന്നെ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം പല്യ, പിന്നെ അതിന് ശേഷം 2 ചേച്ചിമാർ, എന്നിട്ടാണ് ഞാൻ 5ാമത്തെ മകളാണ് ഞാൻ. പിന്നെ എനിക്ക് ശേഷം എൻ്റെ അനിയത്തിയും അനിയനും, അങ്ങനെ 7 പേരാണ് ഞങ്ങളുള്ളത്. ഇപ്പം അതിൽ 6 പേര് മക്കൾ. എൻ്റെ മക്കള് 2 പേരാണ്. എൻ്റെ മകൻ ദേവാനന്ദ്. അതെ, അവൻ CWRDM കോഴിക്കോട് ജോലി. മരുമകള് അഞ്ജന, അവള് തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ കുട്ടീനെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മകൾ കാവ്യരാമൻ, അവളിപ്പോ ബാംഗ്ലൂരിൽ ജോലി ചെയ്യും. മരുമകൻ വടകരയിലാണ്. ഇപ്പോ സാഹിത്യ രംഗത്ത് നിരവധിയായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഞാൻ പുരസ്കാരങ്ങൾക്ക് പുറകെ പോവാറില്ല. അധ്യാപക കലോത്സവങ്ങളിലൊക്കെ 1ാം സമ്മാനം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കവിത ആലാപനം, ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ റേഡിയോ ആർട്ടിസ്റ്റായിട്ട് കുറച്ചു കാലം, അതായത് കാവ്യാഞ്ജലി ഒക്കെ അവതരിപ്പിച്ചിരുന്നു. പിന്നെ നമ്മുടെ വ്യക്തിപരമായ രചനകളൊക്കെ വനിതാ വേദി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ റേഡിയോ നിലയത്തിൽ പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപക മേഖലയിൽ നിന്നുള്ള ചില പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കലോത്സവങ്ങളിലൊക്കെ ധാരാളമായിട്ട് പങ്കെടുത്തു. അധ്യാപക ജീവിതം എത്ര വർഷം? ഞാൻ 37ഓളം വർഷം, അതായത് 89 ഞാൻ സർവീസിൽ. പ്രധാനാധ്യാപിക എത്ര വർഷം ചെയ്തു? 5 വർഷമാണ് ജോലി ചെയ്തത്. അപ്പോ വലിയ സന്തോഷം. എത്ര പറഞ്ഞാലും ഇപ്പോൾ NCC കൊല്ലം SN കോളേജിലെ NCC കേഡറ്റ് B സർട്ടിഫിക്കറ്റ് ഹോൾഡറാ അല്ലേ? സി ഉണ്ടോ? ഞാൻ അപ്പോഴേക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ സെലക്ഷന് പോകാൻ വേണ്ടി ഒരു പട്ടാള ജീവിതം ആഗ്രഹിച്ച ഒരു കുട്ടിയാണ് ഭാരതി ടീച്ചർ. അവർ അധ്യാപികയായി 37 വർഷം സർവീസ് ചെയ്തു. എയ്ഡ് മിസ്ട്രസ്സായി വിരമിച്ചു. എന്തായാലും ഒരു ഇന്ത്യൻ ആർമിയിലൊക്കെ കയറുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്യാപ്റ്റനോ മേജറോ ഒക്കെ റിട്ടയർ ചെയ്യേണ്ട ഒരാളാണ് അല്ലേ? താല്പര്യം ഉണ്ടായിരുന്നു. ടീച്ചറാവണം, അധ്യാപക. പ്ലസ് പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുള്ള ഒരു ടീച്ചറാണ് ഭാരതി ടീച്ചർ. ടീച്ചറുടെ കാവ്യ ജീവിതത്തിനും ടീച്ചറുടെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും പടവുകൾ വലിയ ഭാവുകങ്ങൾ നേരാണ്. നന്ദി, നമസ്കാരം. പടവുകളിലെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചർക്ക്? സ്നേഹം. ഇവിടെ ഇത്രയും നേരം പടവുകളിലെ പ്രേക്ഷകരോട് സംവദിക്കാനായതിൽ സന്തോഷം. അതുപോലെ ബിജു വാടാനംകുറിശി, അതുപോലെ ക്യാമറ ചലിപ്പിച്ച കുട്ടി, എല്ലാവരോടും സ്നേഹം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും കിട്ടിയിട്ടുള്ള പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ നന്ദിയോടെ താങ്ക് യു ടീച്ചർ. താങ്ക് യു.